തടവറ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ രാജ്യത്ത് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് തടവിൽ കിടന്നു. ഈ രാജ്യത്ത് ഞാൻ ഉറക്കത്തിൽ ചെയ്ത കുറ്റത്തിനും. രണ്ടിടത്തും ഞാൻ അന്യത്വം അനുഭവിച്ചു. നമ്മുടെ രാജ്യത്ത് എൻ്റെ മതം പ്രശ്നമായി, ഇവിടെ എൻ്റെ പൗരത്വവും. ഭൂമിയിൽ എൻ്റെ ഇടം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെയും ഹൃദയത്തിലെങ്കിലും എനിക്ക് ഇടം തരണം. വളരെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എൻ്റെ പ്രായമെത്തുമ്പോൾ ഇടമില്ലാതെ പോയ ഈ മനുഷ്യനെ നിങ്ങൾ മറക്കരുത്. എൻ്റെ റൂഹിനാൽ ഞാൻ ജന്മം നൽകിയ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കിനാവിൽ മാത്രം ലാളിക്കാൻ കഴിയുന്ന എൻ്റെ മക്കളെ, കഠിനമായ വെറുപ്പ് തോന്നിയാലും നിങ്ങൾ ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കണേ. ഇജാസ് തൻ്റെ റൂഹിനാൽ ജന്മം നൽകിയ എലീസയ്ക്കും അക്സയ്ക്കും വേണ്ടി കലാച്ചിയിലിരുന്ന് കുത്തിക്കുറിച്ച വരികളാണിത്. ഈ വരികളിലുണ്ട് കലാച്ചി എന്ന KR മീരയുടെ നോവലിൻ്റെ ഇതിവൃത്തം മുഴുവൻ. ഇജാസിൻ്റെ സ്വകാര്യമായ വേദനയായി തുടങ്ങുന്ന ഈ വാക്കുകൾ ഓർമ്മകളിൽ നിന്ന്, കഥകളിൽ നിന്ന് മായ്ക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും ശബ്ദമായി മാറുന്നു. ഇടമില്ലാത്തവരുടെ, കുടുംബവും മതവും രാജ്യവും അഭയാർത്ഥികളാക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ കഥകൾ മിത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിന്തുണയോടെ എഴുത്തുകാരി വിവരിക്കുന്നു. യക്ഷിക്കഥകളാണ് ഒരുപക്ഷെ യഥാർത്ഥമെന്ന് തോന്നുന്ന കഥകളേക്കാൾ യഥാർത്ഥമായത്. സ്വന്തം ഇടം എവിടെയെന്ന് നിരന്തരം ആലോചിക്കേണ്ട, അതിനുവേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട, പോരാടേണ്ട, എന്നാൽ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മതവും കുടുംബവും രാജ്യവും ഇടമില്ലാതാക്കുന്ന ഫിദയും ഇജാസും ലിലിയയും അർമാനും ഒക്കെ വസിക്കുന്ന ഈ ഭൂമിയിൽ എവിടെ തിരിഞ്ഞാലും ഇടമില്ലാതാക്കപ്പെട്ട മനുഷ്യർ നമുക്കൊക്കെ ചുറ്റുമുണ്ട് എന്നും അത് അടുത്ത നിമിഷം നമ്മളാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നും ഈ നോവൽ പറഞ്ഞു വെക്കുന്നു. ഇതൊരു രാഷ്ട്രീയ യക്ഷിക്കഥയാണ്. അധികാരം കഥകൾ എഴുതുമ്പോൾ മായ്ക്കപ്പെടുന്ന ജീവിതങ്ങളുടെ കഥ. ഡോക്ടർ ഫിദ തൻ്റെ പ്രണയത്തെ അന്വേഷിച്ച് കസാഖിസ്ഥാനിലെ കലാച്ചി എന്ന സ്ലീപ്പിംഗ് വില്ലേജിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയവും മതപരവുമായ എല്ലാ സാഹചര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചു തുടങ്ങുന്ന നോവൽ ലോകത്തിൻ്റെ എല്ലാ കോണിലും ഇടമില്ലാതെ ആക്കപ്പെടുന്ന ആളുകളുടെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നുണ്ട്. സ്ലീപ്പ് ഹോളോ ബാധിച്ച് മറ്റൊരു ലോകത്തിലേക്ക് വഴുതിപ്പോകുന്ന ആളുകൾ ജാപ്പനീസ് യക്ഷിക്കഥയിലെ ഉരശിമ തരുവിൻ്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ സ്വന്തം വീടും കാലവും നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ രൂപകങ്ങളായി മാറുന്നു. ഫിദ കലാച്ചിയിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ രാജ്യം അവളെയും ഉരശിമ തരുവാക്കി മാറ്റുന്നുണ്ട്. ഇത് അധികാരം മനഃപൂർവ്വം മറന്നുപോയ ഓർമ്മകളുടെ കഥയാണ്. ഭാഷയും പേരും സംസ്കാരവും മാറ്റി മറ്റൊന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് അസ്തിത്വത്തിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരൊക്കെയും തീവ്രവാദ കുറ്റത്താൽ തടങ്കലിലാക്കപ്പെടുന്ന കാലത്ത് ഈ നോവൽ വായിക്കപ്പെടേണ്ടതുണ്ട്. കുടുംബവും മതവും രാജ്യവും അന്യരാക്കപ്പെടുന്നവർക്ക് വേണ്ടി.